ഹേ ഗായ്സ്, അപ്പോൾ ഞാൻ ഇവിടെ ഓഡിറ്റോറിയത്തിലെത്തി. ഇത് ഓഡിറ്റോറിയം എന്ന് പറഞ്ഞാൽ ജീവാസ് മാനസ ഓഡിറ്റോറിയം, ന്യൂ ബസ് സ്റ്റാൻഡുള്ള ഓഡിറ്റോറിയത്തിലാണ്. ഇവിടെയാണ് കൊച്ചിൻ്റെ ഫംഗ്ഷൻ വെച്ചേക്കുന്നത്. അതുപോലെ ഡെക്കറേഷൻ്റെ കാര്യങ്ങളൊക്കെ അകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഡിസയർ വേവ് എന്നുള്ള ടീമാണ് നമുക്ക് ഡെക്കർ ഫുള്ള് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവർ തന്നെയാണ് നമുക്ക് പ്രീ ഷൂട്ട്, ഞാൻ കുട്ടിയുടെ പ്രീ ഷൂട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഇവർ തന്നെയാണ് ഡെക്കർ ഒക്കെ ചെയ്തേക്കുന്നത്. നമ്മളിത് അവർക്ക് ഫുഡ് വാങ്ങിച്ചെടുക്കാൻ വന്നതാണ്. അൽത്തുണ്ട്, അജുണ്ട്, പിന്നെന്താ പറയണ്ടേ, ഇവിടെ നല്ല മഴയാണ്. അപ്പോൾ എന്തുകൊണ്ടും ഓഡിറ്റോറിയത്തിലേക്ക് ഫംഗ്ഷൻ വെച്ചാൽ നന്നായെന്ന് വിചാരിക്കുന്നു. കാരണം മഴയാണ്, വീട്ടിലൊക്കെ ആകെ കൂടെ സീനാവും. ഗൈസ് ഏകദേശം എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. യാഷിൻ്റെ ഫേവറേറ്റ് ബട്ടർഫ്ലൈ ആണ് കേട്ടോ ആ ഒരു തീം ബേസ് കൊടുത്തേക്കുന്നത്. ഹായ് വാ, അടിപൊളി സംഭവം. ഫുൾ ആവുന്നില്ല, ആവുന്നതേ ഉള്ളൂ, ഫുള്ളായിട്ടില്ല. പക്ഷേ എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഇനി മൊത്തത്തിൽ ലുക്ക് വരുമ്പോൾ സെറ്റാവും. യെസ്, നമ്മുടെ പിള്ളേർ ഇവിടെയുണ്ട്, ഇതവിടെയുണ്ട്, എല്ലാവരും പണിയെടുത്തുകൊണ്ടിരിക്കുക. എന്തായാലും സംഭവം ഇപ്പം തന്നെ കാണാൻ നൈസായിട്ടുണ്ട്. അപ്പോൾ മൊത്തം കംപ്ലീറ്റ് ആയിട്ട് വരുമ്പം വേറെ ലെവലാവും. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ താങ്ക്സ് പറയേണ്ട ഇവരുടെ ടീം തന്നെയാണ് കേട്ടോ, ഡിസയർ വേവ്. ഭയങ്കര ഹാർഡ് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡ് വർക്കിംഗ്, ഒരു രക്ഷയില്ല. അത്രയും നമ്മൾ ഹാപ്പിയാണ് ഇവരുടെ വർക്കിൽ. പിന്നെ നമുക്ക് ഫൈനൽ ലുക്ക് എന്തായാലും ഞാനിത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. ഗായ്സ്, അപ്പോൾ കണ്ടോ, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്ന. അടിപൊളിയായിട്ടുണ്ട്, വേറെ ലെവൽ. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും എന്തുകൊണ്ട് എത്രയോ മടങ്ങ് നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഹേ ഗായ്സ്, അപ്പോൾ നമ്മുടെ യാഷ് മോന് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഒരു കാർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ എന്താ പറയുക, ബാക്കിയുള്ള കുറച്ച് സെറ്റൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് യാഷ് മോന് സർപ്രൈസ് ആയിട്ട് നമുക്ക് കാർ കൊടുക്കാം. അപ്പോൾ കാക്കനാട്ടിലെ ടോയ്ലാൻഡിൽ നിന്നാണ് കേട്ടോ നമുക്ക് ഈ സാധനം കിട്ടിയിരിക്കുന്നത്. ബോക്സിൽ കൂടുതൽ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. അപ്പോൾ കാറൊക്കെ വേണമെന്നുള്ളവർ പോയി ചെക്ക് ചെയ്തോട്ടെ. ഓക്കെ, നമുക്ക് നോക്കാം. ഗൈസ്, ഒരാൾ പിറന്നാളായതുകൊണ്ടാണെന്ന് അറിയുന്നില്ല, ഉറക്കേയില്ല ഗൈസ്, ഉറങ്ങുന്നേ ഇല്ല. അവൻ്റെ അമ്മത നല്ല കാണാതെ ഉറങ്ങുന്നുണ്ട് ഗൈസ്. ഇവന് ഉറങ്ങുന്നില്ല, വേഗം ഉറങ്ങണം. കുറച്ച് സമയമായി എണീറ്റു. യാഷിമോൻ്റെ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്, എണീറ്റില്ല. അപ്പം ഞങ്ങളൊന്ന് ഫ്രഷ് അമ്പലത്തിലെല്ലാം പോകണം. അപ്പോൾ അത് കാരണം കുറച്ച് നേരത്തെ എണീറ്റു. അപ്പോൾ ഇനിയെന്താ, ഇനി കുളിച്ച് റെഡിയായി പെട്ടെന്ന് അമ്പലത്തിൽ പോകണം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവളുടെ മേക്കപ്പ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണമല്ലോ. അപ്പോൾ എന്താ നേരത്തെ അമ്പലത്തിലൊക്കെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഹലോ ഗായ്സ്, അപ്പോൾ അത് നമ്മുടെ യാഷ്കുട്ടൻ എണീറ്റു. നോക്കടാ, ഹലോ ഗായ്സ്. എടാ ഹലോ ഗായ്സ് പറഞ്ഞ നോക്കുന്നതാണല്ലോ, എന്തിന്ന് മടി, നോക്കടാ. ആ, ഇതാരോഗ്യ ഈ രാവിലെ തന്നെ വായിൽ കഴിയുന്ന ചിച്ചി. ഗൈസ്, നമ്മളങ്ങനെ എണീറ്റു ഗൈസ്. നമ്മൾ കുടിച്ച് ഫ്രഷായി അമ്പലത്തിൽ പോവല്ലോ അല്ലേ, തമ്പച്ചി പോണ്ട്. ഇങ്ങനെ ആ അമ്പലത്തിൽ പോണ്ടേ, തമ്പച്ചിക്കൊണ്ടേ, തമ്പച്ചിക്ക് തമ്പച്ചിക്കൊണ്ട് പറയുമ്പോൾ അച്ഛനവിടെ ബാക്കിൽ ഇതാ പൂജാമുറിയിൽ അവിടെ വിളക്കത്തിക്കുന്നുണ്ട്, അത് നോക്കുന്നുണ്ട്. ബട്ടർഫ്ലൈ ഉണ്ടാ, ബട്ടർഫ്ലൈ ഊത്തു ഊത്തു ഊത്തു. അങ്ങനെ ശരി വരട്ടെ അങ്ങോട്ട്. ബട്ടർഫ്ലൈ ഉണ്ടാടാ, ബട്ടർഫ്ലൈ ഉണ്ടാ, ബട്ടർഫ്ലൈ പറഞ്ഞേ കുഞ്ഞു, പറഞ്ഞേ കുഞ്ഞേനെ പറഞ്ഞ ബട്ടർഫ്ലൈ, ബട്ടർഫ്ലൈ പറഞ്ഞേ. വാ, നമുക്ക് പെട്ടെന്ന് റെഡി ആയിട്ട് അമ്പലത്തിൽ പോകണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി. ചിന്നു അവിടെ ഇവിടെ എന്തൊക്കെയോ സാധനങ്ങൾ അങ്ങോട്ട് വയ്ക്കുന്നു ഇങ്ങോട്ട് വയ്ക്കുന്നു. ചുമ്മാ വെറുതെ ഒരു പ്രഹസനം, പ്രത്യേകിച്ചൊരു പണിയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ. അച്ഛനോട് വിളക്കെത്തിക്കുന്നുണ്ട്. ഇവിടെ അമ്മ ചേച്ചി ഇന്ന് എന്താണ് ഇഡലി ഉണ്ടാക്കുന്നു ഗായ്സ്. അമ്മ ഇത് നോക്കിയില്ല, കൃതി ഐശൊന്നും എണീറ്റില്ല. ഹലോ ഗായ്സ്, നമ്മൾ ഐശു എണീറ്റു. അയ്യോ എന്താ ചിരി, ഐശിക്ക് നോക്കി. അയ്യോ ഹാപ്പി ബർത്ത്ഡേ ആശു. ഇതാരാണ്? പാവം ഭർത്താവ് നോക്ക് കഷ്ടപ്പെടുന്നേ. ഹലോ ഐശോ, ഹിന്ദി
എട്ടിപ്പണി എന്ത് പരിപാടി രണ്ടാളെ ഇത്താത്ത കൊണ്ടുവന്ന മേക്കപ്പിന്റെ പെട്ടി അതുമ്മയാണ് രണ്ടാളും. ആ ഐശു നോ 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 ഗുഡ് ഗേൾ അതാ തപ്പിന്നെ എന്താ നമ്മളത് റെഡിയായി അമ്പലത്തിൽ പോകാൻ നിൽക്കുകയാണ്. ചിന്നോട് ഡ്രസ്സ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം ആ ഗ്യാപ്പിൽ ഉറക്കം തീർന്നിട്ടേ യാഷിന് ഉറക്കം വരുന്നുണ്ട് ഗൈസ് ഇന്ന്. അല്ലെങ്കിൽ ഓൻ എണീക്കാനുള്ള സമയമായിട്ടില്ല. പക്ഷെ എന്നതാ നേരത്തെ എണീറ്റാരണം ഒരു ഉറക്കം വരുന്നില്ല. ഇപ്പം എന്തായാലും അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ ഉറങ്ങുമായിരിക്കും. കുഴപ്പമില്ല. 10-11 മണിക്കാകുമ്പോഴാണ് നമ്മൾ ഓഡിറ്റോറിയത്തിൽ പോകുള്ളൂ ഇതൊക്കെ. അപ്പം അങ്ങനെ അമ്പലത്തിൽ പോട്ടെ ട്രൂ പോട്ടെ അശു ട്രൂ പോട്ടെ മോഹോ കൊടുക്കുന്നില്ല തിരിച്ചു വേണം മരുന്ന ഐശു വിളിക്കുന്നമ്മ ആശ അമ്പാച്ചി കൊച്ചു അമ്പാച്ചി പോയിട്ട് വരുന്നതാ. ഹലോ ഗായ്സ്, അപ്പം നമ്മളിതേ അമ്പലത്തിലെത്തി. അപ്പം അതെ കാലൊക്കെ കഴുകി അമ്പലത്തിലെ അകത്തോട്ട് കയറാൻ പോവാണ്. ഐശു എന്ത് ദേവായ നമഃ. ഓം നമഃ ശിവായ. ഹേ ഗായ്സ്, അപ്പോൾ നമ്മളിതേ അമ്പലത്തിനകത്ത് കയറി പ്രാർത്ഥിച്ച് പ്രദക്ഷിണം വെക്കുന്നുണ്ട്. അപ്പം യാഷിക്ക് നോക്കുന്നു ഇവരെന്നാ ചെയ്യുന്നത്. അതെ എത്ര പെട്ടെന്നല്ലേ കുഞ്ഞി നോക്കുന്നുണ്ട്. ഇപ്പം നോക്കുന്നേ. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് പോയിട്ട് മേക്കപ്പ് എല്ലാം സ്റ്റാർട്ട് ചെയ്യണം. യാഷിൻ അമ്പലത്തേക്ക് പോയിട്ട് വീട്ടിൽ പോവാണ് ഗായ്സ്. ഇഷ്ടാ ഹാപ്പി ബർത്ത്ഡേ യാഷുട്ടോ. യാഷിന് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട് യാഷുട്ടാ. ഒരു സർപ്രൈസ് ഉണ്ട് പോയി. ഒരു സർപ്രൈസ് ഉണ്ട്. അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു. അപ്പോൾ രാവിലെ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. ഇത് ഇഡ്ഡലിയും സാമ്പാർ. അപ്പം ഞങ്ങൾ വേഗം ഫുഡ് കഴിക്കട്ടെ. ഇനിയിപ്പം കുറേ പണിയുണ്ട്. കുറച്ചധികം. അതെ, അപ്പം കുറച്ചധികം ഞങ്ങൾക്ക് ഇനി പണിയുണ്ട് ബാക്കി. അപ്പം എല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം. വേഗം ഒന്ന് ഫുഡ് കഴിച്ചിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ. ഞാൻ സമയം കിട്ടുമ്പോഴാണ് ഈ വ്ളോഗിൻ്റെ സാധനങ്ങളൊക്കെ എടുക്കുന്നത്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ്റെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ മേക്ക് ഓവർ ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ഇത്താത്തയാണ്. നഷാസ് മേക്ക് ഓവർ. അത് പിന്നെ എല്ലാവർക്കും അറിയാം. ഇത്താത്ത എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നഷാസ് എന്നറിയാം. അപ്പം നമ്മളിപ്പോൾ ഒരു 11 മണിക്ക് ശേഷമാണ് അവിടെ ഓഡിറ്റോറിയത്തിൽ പോകുന്നത്. അപ്പം അതിന് മുന്നേ ഇത്താത്ത എത്രയും പെട്ടെന്ന് സെറ്റാക്കുന്നതാണ്. നമ്മൾ അമ്പലത്തിൽ പോയിട്ട് വരാൻ കുറച്ച് ഡിലേ ആയിപ്പോയി. അപ്പോൾ അത് കാരണം അല്ലെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ തുടങ്ങായിരുന്നു. അതെ നമുക്ക് പെട്ടെന്നൊക്കെ. ഇവർ പുലർച്ചയ്ക്ക് അവിടെ നിന്ന് ട്രെയിൻ കയറിയതാ അല്ലേ. ഇവിടുന്ന് ഒരു 7 മണിയാകുമ്പം കാസർഗോഡ് എത്തി. അങ്ങനെ അമ്മനെ സുന്ദരിയാക്കുന്നുണ്ട്. എന്തൊക്കെയാ ചെയ്യേണ്ടതാണ് നല്ലാക്കുന്നുണ്ട്. ഫുഡ് കഴിച്ച് സുന്ദരനാവും. അതെ, ആശുട്ടനെ ഒന്ന് ഫുഡൊക്കെ കൊടുത്ത് സെറ്റ് ആക്കണം. അപ്പോഴേക്ക് ഇവരുടെ ബാക്കി നമ്മുടെ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് അപ്ഡേറ്റ് എന്നുള്ളത് കാണാം. ഹലോ ഗായ്സ്, യാഷിന് വണ്ടി മെല്ലെ 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 മെല്ലെ. യാഷിന് വണ്ടി യാഷിന് വണ്ടി അല്ല കുള്ളു പോ. യാഷിന് വണ്ടിയാ.
ഏയ് യാഷ് അഷിതാരി ഹായ്. അതെ നമ്മളെ തൃശ്ശൂർ ഗഡികളാണ് ഗൈസ്. യാഷു യാഷു മോന് അടുത്ത യാഷിന്റെ വലിയച്ഛന്റെ വക. യാഷു വണ്ടി കിട്ടിയാ? അടുത്ത വണ്ടി കിട്ടിയടാ. ആ വണ്ടി കിട്ടിയ കുഞ്ഞിക്ക്. ആ സന്തോഷായടാ, സന്തോഷായ. വീഡിയോന്റെ ഏകദേശം ഹെയറിന്റെ ഒക്കെ ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞു. സെറ്റ് ആയിട്ടല്ല മറ്റേ ക്രിമ്പ് എന്തേനു ക്രിമ്പിങ് കഴിഞ്ഞു. ബാക്കി ഇത് ഫേസ് ഐ മേക്കപ്പ് ചെയ്യുന്നുണ്ട്. ചിന്നു ഇങ്ങോട്ട് നോക്കി ചിന്നു. ഐ മേക്കപ്പ് കഴിഞ്ഞു. ബാക്കിയുള്ള കുറച്ചും കൂടി ഇത് കഴിഞ്ഞാൽ ചിന്നു ഏകദേശം സെറ്റ് ആവും. അപ്പൊ അതെ ആക്കി തരും എന്നാ പറഞ്ഞിട്ടാ. അപ്പൊ എന്റെ സ്വന്തം ഇല്ലാത്ത ഭാര്യ സൗന്ദര്യം ഉണ്ടാക്കി തരുന്ന ഇത്തോട്ട് പറഞ്ഞേ. അയ്യോ അതെ ഗൈസ് എല്ലാം ഇങ്ങനെ നെട്ടോട്ടായതുകൊണ്ട് ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഇതല്ലേ എപ്പോഴാളം വരുന്നു. സത്യം പറഞ്ഞാൽ 11 മണിക്കാ പറഞ്ഞു. ഇപ്പൊ തന്നെ 10:30 ആയി. 11:30 ആകുമ്പോഴത്തേനും നമുക്ക് അവിടെ ഓടിച്ചോട്ടിൽ എത്തുന്ന പോലെ പോകണം. എല്ലാവരും അവിടെ എല്ലാം പോസ്റ്റ് ആയി പോലെ. അപ്പൊ അങ്ങനെ അപ്പൊ നിങ്ങള് പെട്ടെന്ന് റെഡി ആവും ഗൈസ്. ഓക്കെ അതെ നമ്മുടെ യാഷുമോൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, പിറന്നാളുകാരൻ. അപ്പൊ നമുക്ക് എന്റെയും യാഷുവിന്റെയും ഡ്രസ്സ് ഡിസൈൻ ചെയ്തേക്കുന്നത് നമ്മുടെ റോയൽ മാൻ, കാസർഗോഡുള്ള റോയൽ മാൻ വെഡിങ് ലോഞ്ചിൽ നിന്നാണ് എനിക്ക് യാഷു എന്നുള്ള ഡ്രസ്സ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ചിന്നുവിൻ്റെ ഡ്രസ്സ് നക്ഷത്ര ഡിസൈൻസ് ആണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം ഒന്ന് ഇട്ട് കഴിഞ്ഞിട്ട് ബാക്കി കാണിച്ചു തരാം. സുന്ദരനാവുന്നുണ്ടോടാ ഗായ്സ്. അപ്പോൾ അതെ ചിന്നുവിൻ്റെ ഏകദേശം മേക്ക് ഓവർ ഇതാ കാര്യങ്ങളൊക്കെ സെറ്റ് ആവാനായി. ചിന്നു അല്ല ഇത്താത്ത പറഞ്ഞ പോലെ തന്നെ നല്ല സുന്ദരി ആക്കിയിട്ടുണ്ട്. നഗട്ട് തിരിഞ്ഞ് നൈസ് 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 അടിപൊളി. അപ്പോൾ നമുക്ക് ഈ ചിന്നുൻ്റെ ഈ ഡ്രസ്സ് ഡിസൈൻ ചെയ്തേക്കുന്നത് നക്ഷത്ര ഡിസൈൻസ് ആണ്, കോഴിക്കോടുള്ള. അതെ അടിപൊളി. എനിക്ക് അതെ എനിക്ക് ഒന്നും കൂടെ ഒരു മിനുക്ക് പണികൾ ബാക്കിയുണ്ട് തലയില്. പക്ഷെ അത് ബാക്കിലാണ്. അതെ ഇനിയൊരു അതെ ഈ ഡ്രസ്സിലേക്ക് വേറൊരു സാധനം കൂടി വരാനുണ്ട്. അപ്പൊ അതെല്ലാം കൂടി ഞാൻ ഫൈനൽ ലുക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പൊ ഈ സാധനം ഇങ്ങനെ പൊക്കോട്ടെ, വേഗം അവർ ചെയ്യട്ടെ. ഇല്ല കാണിച്ചില്ല. ഇല്ല കാണിച്ചില്ല. നിന്റെ ഇത് കഴിയട്ടെ എന്നിട്ട് കാണിച്ചു. ആ യാശുവിന്റെ ചെറുതായിട്ട് കാണിച്ചിട്ടുണ്ട്. അടുത്ത മണവാളൻ ഒരുക്കൽ മേക്ക് ഓവർ ബൈ ആശാസ്. മണവാളന്മാരൊന്നും ഞാൻ പറഞ്ഞു. ഇത് നമുക്ക് പേഴ്സണൽ ആണ്. അതെ അതെ പുറത്തില്ല. ഈ ഒരു മേക്കപ്പ് പുറത്തില്ല. മാത്രമേ ചെയ്തു കൊടുക്കല്ലേ. ബാക്കി ബ്രൈഡ് ഓൺലി. സെറ്റ് അല്ലേ? റൂം നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ഇത് വന്നിട്ടിനി പണിയോട് പണിയാണ്. കൃത്തിക്കുട്ടി ഹായ് പറ. ഹായ്. കൃത്തിക്കും ചിറകും മാമിക്കും ചിറകല്ല കൃത്യ. ഹലോ ഗായ്സ്, നമ്മൾ സെറ്റ് ആയി. യാഷ് നോക്ക്, യാഷ് നോക്കണേ. യാഷു കോട്ട് ഇട്ടിട്ടില്ല. ആടാ നോക്കണേ യാഷു. ഹേ ഗായ്സ്, അപ്പൊ നമ്മൾ സെറ്റായി. യാഷുവിന്റെ ഒരു കോട്ടും കൂടി ഇടാനുണ്ട്, സെയിം സാധനം. അപ്പൊ അത് ഇനിയിപ്പോ എന്താ, അത് ചിന്നുന്റെ അമ്മേന്റെ കയ്യിലായി. നേരെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളിതാ ഇനിയിപ്പം പെട്ടെന്ന് അവിടെ എല്ലാരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് പോവാൻ നിൽക്കുകയാണ് ഗൈസ്. ഇനി ഓഡിറ്റോറിയത്തിലേക്ക് പോവാണ്. ഇനി പിന്നെ ബാക്കി എല്ലാ സാധനങ്ങളൊക്കെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ നിന്ന് എടുക്കുന്നതായിരിക്കും. ഹലോ ഗൈസ്, അപ്പം ഇതാണ് ഞങ്ങൾ രണ്ടുപേരുടെയും എന്താ ഔട്ട്ഫിറ്റ്. അപ്പം ഈ ഡ്രസ്സ് ഞങ്ങൾ ഡിസൈൻ ചെയ്ത് ഞാൻ പറഞ്ഞ റോയൽ മാൻ എന്നാണ് കാസർഗോഡ് എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ഭയങ്കര ഹെവി ആയിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബാക്കിലും കാണാം ക്യാഷിനും ഈ സാധനം ഉണ്ട്. പക്ഷെ അത് അവിടെ ഉള്ളേ. അപ്പൊ നമ്മൾ അത് ഇട്ടിട്ട് അതെ 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 അതെ. അപ്പൊ നമ്മൾ ഇറങ്ങുവാണ് ഗൈസ്. ലേറ്റ് ആയി, എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് പോകാൻ നിൽക്കണം.
അപ്പോൾ നമ്മള് എല്ലാം ഓൾ സെറ്റ് ആയിട്ട് ഓഡിറ്റോറിയത്തിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. ദിക്കാക്കുണ്ട്, വണ്ടി എടുക്കുന്നുണ്ട്. അവിടെ ചേച്ചി കലമ്പിക്കൊണ്ടുണ്ട് കുഞ്ഞിനോട്. നമ്മുടെ ഇത്താത്തയുണ്ട്. ഇത്താത്തന്നെ കാണുന്നില്ല. ഇത്താത്ത ഈ സൈഡിൽ കൂടെ നമുക്ക് ഇവിടെ ഒന്ന് സൈഡിൽ കുറച്ച് ഫ്രണ്ടിൽ. ഓക്കെ ഓക്കെ, എല്ലാവരും ഉണ്ട്. സെറ്റ്, ഓൾ സെറ്റ്. ഇതാരിത്? ആമി, അശോകൻ, നമ്മുടെ കേക്കിന്റെ പ്രജീസ് ഉണ്ട്, അജു ഉണ്ട്, ഇത്താത്തി ഉണ്ട്, എല്ലാവരും ഉണ്ട്. അങ്ങനെ നമ്മളിതാ ഓഡിറ്റോറിയത്തിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ്. പപ്പയും ഒരേപോലെ ആക്കിയിട്ടുണ്ട്. വണ്ടിയിലൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇൻട്രോക്ക്. നമ്മുടെ ഡെക്കർ അത് അടിപൊളിയായി തിളങ്ങി നിൽക്കുന്നുണ്ട്. ഡെക്കറൊക്കെ അച്ഛനാണ് ഇവിടെ സർബത്തൊക്കെ. ഹേ ഗായ്സ്, അപ്പോൾ നമുക്കിത് കേക്ക് ചെയ്തേക്കുന്നത് പ്രജീസ് ക്രീമറി എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ. ഷാക്കി ഫോട്ടോഗ്രാഫിയാണ് കേട്ടോ നമ്മുടെ ഇവൻറ്റിൻ്റെ മൊത്തം ഫോട്ടോസൊക്കെ എടുത്തേക്കുന്നത്. അപ്പം അവൻ പറഞ്ഞ് നമുക്ക് കുറച്ച് ഫോട്ടോസ് കാണാൻ പെട്ടെന്ന് സെറ്റ് ചെയ്യാം. കാരണം സെലിബ്രേഷൻ അല്ല, അപ്പോൾ എല്ലാവരും വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എടുക്കാനുള്ള സമയം ഉണ്ടാവില്ല. علمتي حبيبو علمتي حبيبو dale علمتي حبيبو علمتي حبيبي فاندا علمتي حبيبو علمتي حبيبي dale علمتي حبيبو علمتي حبيبو
അങ്ങനെ ഒടുവിൽ കുറേ നേരം അവിടെ സ്റ്റേജിൽ എടുത്തിട്ട് ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിരിക്കുന്നത് ഇതെല്ലാവരും ഇവിടെ ഇരുന്ന എല്ലാവരും ലാസ്റ്റ് വരുന്ന ആൾക്കാർ. അയ്യോ ഫുഡ് വിളമ്പിയ ആൾക്കാരാണ്. അതെ. പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് മറ്റേ ഡെക്കറിൻ്റെ എടുക്കാനുണ്ട് അതെ. അപ്പോൾ ബാക്കിയില്ല നമ്മളെല്ലാവരും എന്താ ഇവിടെ ഇങ്ങനെ മഴയായ കാരണം പോസ്റ്റായിരിക്കുക. വണ്ടി ഉണ്ട് എന്നാലും എല്ലാവർക്കും പോകാൻ പറ്റില്ലല്ലോ. അപ്പം സവിതൻ്റെ പിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ചക്കനാണ്. അപ്പോൾ അവനാണെങ്കിൽ 7 മണിക്കാണ് ട്രെയിൻ. അപ്പം അങ്ങനെ നമ്മളിതാ ചിന്നു എല്ലാം വെറുതെ ഇങ്ങനെ ഇത്രയും നേരം സ്റ്റേജിൽ അണിഞ്ഞൊരുങ്ങി ഇരുന്നിട്ട് ഇപ്പം ഇരിക്കുന്ന കോല നോക്കി ഇങ്ങനെ സ്റ്റപ്പൊന്ന് കുത്തിയിരിക്കുന്നു. ഇങ്ങനെയാണ് ഗൈസ് ഇപ്പോഴത്തെ അവസ്ഥ. മഴയൊക്കെയാണ്, എല്ലാവരും ഇങ്ങനെ ചൊറിയും കുത്തി ഇങ്ങനെ ഇരിക്കുന്നത്. യെസ് ഗൈസ്, ഒരുത്തനാട് ബാക്കിൽ നിന്ന് സ്റ്റൈലാക്കുന്നുണ്ട്. നീ തന്നെ ഇതാ ഇവിടെ അജ്ജുണ്ട് ഗൈസ്. ഇവനാണ് ഇത്രയും നേരം വ്ളോഗ് കാര്യങ്ങളൊക്കെ എടുത്തത്. കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് നിങ്ങളെ ഇവനൊക്കെ വീഡിയോയിലൊന്നും കാണില്ല, വീഡിയോ എടുക്കില്ലേ, എടുക്കാൻ വരില്ലേന്ന്. ബിസി ഗൈസ്, ഓൻ ഭയങ്കര ബിസി. അവൻ്റെ പണി എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ പണിയാണ്. അപ്പം അത് കാരണം അവനെ കിട്ടലില്ല, അതുകൊണ്ട് കുഴപ്പമാണ് ഗൈസ്. മഴ ഇങ്ങനെ ഇവിടെ നിൽക്കാണ്ട് പെയ്യുന്നുണ്ട്. അപ്പം അത് കാരണം ഇങ്ങനെ പോസ്റ്റായിരിക്കുന്നുണ്ട് എല്ലാവരും. യാഷു മോനെ അമ്മേൻ്റെ കയ്യിൽ കൊടുത്ത് പറഞ്ഞയച്ചിട്ടോ. ഇത് നമ്മുടെ ക്യാമറമാൻ ഷാക്കി ഫോട്ടോഗ്രാഫി. അവൻ പോയി, അവൻ നാണക്കാരനാണ് ഗൈസ്, അത് കാരണം അവൻ ഓടിപ്പോയി. യെസ് ഗൈസ്, ദേ അപ്പോൾ എന്നാ ചെയ്യണ്ടേന്ന് അറിയുന്നില്ല അവന്, ക്യാമറ കണ്ടിട്ട് അവൻ പോയി ഗൈസ്. അപ്പോൾ ഞങ്ങളിതാ ഫങ്ഷൻ എല്ലാം അടിപൊളിയായിട്ട് നടന്നു. നമ്മൾ വിചാരിച്ചതിനേക്കാളും നൈസായിരുന്നു ആ സംഭവം എന്തായാലും. അപ്പം എന്താ അതെ, നല്ല സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു ഞങ്ങൾക്ക്. ഈവൻ കോസ്റ്റ്യൂമിലായാലും പിന്നെ അവിടുത്തെ പ്രോഗ്രാം ആയാലും സ്റ്റേജ് ആയാലും ഡെക്കറേഷൻ ആയാലും എല്ലാ കാര്യത്തിലും, കേക്ക്, ഫുഡ്, നമുക്കിതൊരു അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയാണ് ഇന്നത്തെ ഈ ഒരു ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാമില്. അപ്പൊ യാഷിമോന്റെ അതെ അതെ അപ്പൊ യാഷിമോന്റെ ഈ ഒരു ഫസ്റ്റ് ബർത്ത്ഡേ നമുക്കൊരു നല്ലൊരു മെമ്മറി അല്ലെ, നല്ലൊരു ഗുഡ് മെമ്മറി ആയിട്ട് തന്നെ ഉണ്ട് എല്ലാവർക്കും. ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എല്ലാവർക്കും സന്തോഷമുണ്ട്. ഫാൻ പേജിൽ കുറെ കുട്ടികളും ഒക്കെ എഡിറ്റ് ഒക്കെ ചെയ്തിട്ട് കുറെ വിഷയം, ഭയങ്കര സന്തോഷം. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കൊച്ചു വീഡിയോ അല്ലെ യാഷിമോന്റെ ഈ ഒരു പിറന്നാളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഇനി അടുത്ത വീഡിയോ എന്തായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാവുന്നത്. അതെ, നമ്മുടെ അവന് ഒരുപാട് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചു വേറൊരു വീഡിയോ ആയിട്ട് എടുക്കാറുണ്ട്. അപ്പൊ അൺബോക്സിംഗ് വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അപ്പം ചെറിയ സങ്കടം വെച്ചാൽ വിളിച്ച എല്ലാ ആൾക്കാരും വന്നിട്ടില്ല. അതാണ് കുഴപ്പമില്ല, ഓരോരുത്തർക്കും ഓരോ തിരക്കും കാര്യങ്ങളും അവരവരുടെ തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെ, എല്ലാവർക്കും പോകാൻ പറ്റില്ലല്ലോ, ഇത് നോ ഇഷ്യൂസ്. അപ്പം പിന്നെന്താ, അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അല്ല ലൈക്ക് ചെയ്യല്ല സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ യാഷിട്ടന്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ സ്പീഡ് കൂട്ടി പറഞ്ഞൊരു കാര്യം ചിന്നുവിൻ്റെ അമ്മ അച്ഛനൊക്കെ ഉണ്ട് ഇവിടെ എപ്പോഴും. അപ്പോൾ അവരെ കൊണ്ടുവിടണം, വീട്ടിൽ കൊണ്ടുവിടണം. അപ്പം അതൊക്കെയാണ് ഫ്രഷ്. അതെ, എന്താ ഇവിടെ റൂമൊക്കെ കണ്ടാൽ മനസ്സിലാവും അലങ്കോലായിട്ട് കിടക്കുകയാണ്. എല്ലാം ഇങ്ങനെ വാരി അവിടെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാം സെറ്റ് ചെയ്യണം, കുളിക്കണം, ഇതൊക്കെ ഒന്ന് എല്ലാം മാറ്റി ഫ്രഷാണ്. അതെ, ഇവൾക്ക് പിന്നെ കുറച്ച് നേരത്തെ ഉറങ്ങി ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഗൈസ്, അതൊക്കെ എല്ലാത്തും കാണും. അപ്പൊ ഞാൻ പിന്നെ യാഷിന്റെ അടുത്ത് കുറെ നേരം കളിച്ചിട്ടുണ്ട്, അവന് കിടന്നുറക്കുക. ഓക്കെ, എന്റെ കൈ വേദനിക്കുന്നുണ്ട് ഗൈസ്. അപ്പൊ കുറെ നേരമായി, കാരണം എനിക്ക് ഓൾറെഡി ഷോൾഡർ പെയിൻ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം എന്താ പറയുക, നമ്മുടെ പ്രോഗ്രാമിൽ ഇന്നത്തെ പ്രോഗ്രാമിൽ ഞങ്ങൾ വിളിച്ചവരെല്ലാം വന്ന ആൾക്കാരുണ്ട്. അപ്പം വന്ന എല്ലാരും വന്ന് തിരക്കായതുകൊണ്ട് പോയിട്ടുണ്ട്. പക്ഷെ കുറച്ച് ആൾക്കാര് അവരെ സമയം അതെ അങ്ങനെല്ലാം നമുക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ. ലൈക്ക് എന്താ പറയണ്ടേ, അത്രയും ഇമ്പോർട്ടന്റ് കൊടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ ആണെങ്കിൽ കൂടെ അതൊരു ടൈം മാറ്റി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് പോവാന്നെങ്കിൽ അതൊരു വലിയ കാര്യമല്ലേ. അങ്ങനെ വന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഫംഗ്ഷൻ അറ്റൻഡ് എല്ലാവർക്കും ഒരുപാട് സന്തോഷം. ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ടാണല്ലോ നിങ്ങളെല്ലാം ഇപ്പം വിളിക്കും ഓടി വരിക എല്ലാം ചെയ്യുന്നത്. അപ്പം അതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇനിയും എന്താ നമുക്ക് ഇനി അടുത്ത എന്തെങ്കിലും പരിപാടിയൊക്കെ എല്ലാം കളറാക്കാം. ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതുവരെയും ബൈ ബൈ. ഇപ്പൊ നമുക്ക് കറക്റ്റ് ബസന്തി ഇങ്ങനെ ശരിക്കും ഇങ്ങനെ അങ്ങനെ കിട്ടുന്ന ലാസ്റ്റ്